ദൈവസ്നേഹത്തിൻ തൂലികയിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി ദിവശാന്തി തന്നീണങ്ങളിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗാനാഞ്ജലിയുടെ ഈ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറെ സന്തോഷത്തിലാണ് ഞാൻ ഈ സീറ്റിൽ അവതരിപ്പിക്കാനായിട്ടിരിക്കുന്നത്. ഗാനാഞ്ജലി ഏതാണ്ട് ഒരു 170 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. അതിലേറെ സന്തോഷം എൻ്റെ ഒപ്പം അതിഥിയായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ പൈനുകൽ അച്ഛനാണ്. അച്ഛൻ്റെ സംഗീത ജീവിതത്തിലൂടെയും വൈദിക ജീവിതത്തിലൂടെയുമുള്ള ഒരു യാത്രയാണ് ഗാനാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാനാഞ്ജലി ഇവിടെ പൂർണ്ണമാവുകയാണ്. അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ. അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗാനാഞ്ജലിയിലേക്ക് ഇവിടെ വരുന്നതും അച്ഛൻ ആംഗ്രി ആയിരിക്കുന്നതും ഒക്കെ ഒന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരു കാര്യം കൂടി ഉറപ്പാണ്, അങ്ങ് വൈദികനായില്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചാനൽ തിളങ്ങുന്ന ഒരു അവതാരകൻ കൂടി അങ്ങ് ആയേനെ. ഉറപ്പാണത്. അതെൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു ഗാനാഞ്ജലി എക്സ്പീരിയൻസ്. വളരെ നന്നായിരുന്നു. രാജേഷ് ഈ ഒരു ആവശ്യവുമായിട്ട് എന്നെ സമീപിച്ചതും, ഞാൻ ഒരു ആങ്കറായിട്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. സിബിയുമായിട്ട് പരിചയമുണ്ട്. ഒരു ടെലിഫിലിമിൽ സിബിയുമൊത്ത് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായിട്ടുള്ള പരിചയം. സിബിക്ക് എന്നിലൊരു ഒരു വിശ്വാസം തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും സിബി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ആശങ്കയോട് കൂടിയാണ് വന്നത്. പക്ഷേ വേണ്ട വിധം രാജേഷ് നയിച്ചു. പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നീട് വളരെ മനോഹരമായിട്ട് പോയി. ആദ്യത്തെ ഒരു അല്പം ഭയപ്പാടൊക്കെ പിന്നീട് മാറി വളരെ സ്മൂത്തായിട്ട് പോയി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അച്ഛൻ്റെ ഈ ഇപ്പോൾ ഒരു നീണ്ട ഒരു 2-2.5 വർഷത്തോളമായി നമ്മുടെ ഈ യാത്ര ആരംഭിച്ചിട്ട്. അതെ. ഒരുപാട് ആളുകളെ അച്ഛന് നനച്ചിരിക്കാതെ ഒരിക്കലും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടുമുട്ടില്ല, സാധ്യതയില്ല, അങ്ങനെയെല്ലാം തോന്നിയ ആളുകളെ പോലും അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാനും അച്ഛനെ അടുത്ത് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പറ്റി. ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് കരുതിയവർ, പരിചയപ്പെടില്ല എന്ന് കരുതിയവർ ഒക്കെ നമ്മുടെ മുന്നിൽ ഇരുന്ന് തന്നു. ഒരു കുട്ടിയെ പോലെ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവരെ വളർത്തി, അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ഒരാൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമാണല്ലോ മറ്റൊരാളെക്കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത്. ഈ ഒരു സീറ്റിൽ വന്നിരുന്നാൽ നമുക്ക് മറ്റൊരാളെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ്റെ മനസ്സിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു 3-4 എപ്പിസോഡ്സ് എന്ന് പറയാൻ പറഞ്ഞാൽ അച്ഛൻ ഏറ്റവും സംതൃപ്തി നൽകിയത്, അച്ഛൻ ഏറ്റവും മനസ്സിൽ ഇപ്പോഴും ഗാനാഞ്ജലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫ്രെയിം ടു ഫ്രെയിം മനസ്സിലേക്ക് വരുന്ന എപ്പിസോഡ്സ് ഒക്കെ ഏതാ? ചിലരൊക്കെ വന്ന് പറഞ്ഞ ചില രംഗങ്ങൾ അത് നമ്മുടെ മനസ്സിൽ നിന്നായില്ല. ഇപ്പോൾ മൂകാംബിയിൽ പോയിരുന്നിട്ട് അവിടെ പോയി ഭജനം ഇരുന്നിട്ട് യേശുവിനെ കുറിച്ച് പാട്ടെഴുതിയ ഒരാൾ, മനസ്സേ യേശുവിൻ പാതുകമാകൂ, സാജൻ പള്ളുരുത്തി. അങ്ങനെ ചില രംഗങ്ങളൊക്കെ അത് വന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രാജീവ് ആലുങ്കിൽ വന്ന് പോയ രംഗം. പിന്നെ മറ്റു ചില ജസ്റ്റിൻ പനക്കലച്ചൻ്റെ പിന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എൻ്റെ ഗുരുവാണ്. അച്ഛൻ്റെ തുറന്നുള്ള ഒരു സംഗീത ജീവിതം കൂടി നമുക്കൊന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. തുറന്നുള്ള ഈ ഗാനങ്ങൾ നമ്മൾ എഴുതി അതിനുശേഷം നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം ആൽബങ്ങൾ അച്ഛൻ പുറത്തിറക്കിയിട്ടുണ്ട്. 30ഓളം ആൽബങ്ങൾ ഉണ്ട്. ഈ 30-ലധികം വരുന്ന 30ഓളം വരുന്ന ഈ ഗാനശേഖരം, ഇതിലേക്കുള്ള ഒരു യാത്ര പിന്നീട് എങ്ങനെയായിരുന്നു? മിക്കവാറും എല്ലാ വർഷങ്ങളിൽ തന്നെ 1-2 ആൽബങ്ങൾ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. സ്ഥിരമായി നമുക്ക് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, സ്ഥിരമായി പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. പിന്നീട് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നീ എന്നെ മറന്നോ നാഥ ചെയ്ത സമയത്തുണ്ടായ കുറെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അങ്ങനെ ഒരിക്കലും ഉണ്ടായില്ല. ആ ഒരൊറ്റ ആൽബത്തിന് ഉണ്ടായുള്ളൂ. കാരണം പിന്നെ സ്ഥിരം നമുക്ക് പ്രൊഡ്യൂസറായി അദ്ദേഹം, അങ്ങനെ ഒരു കമ്പനി വന്നു, ദാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ കമ്പനി രൂപപ്പെട്ടു. അവർ എല്ലാ വർഷവും നമ്മുടെ പാട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ആ പാട്ടുകൾക്ക് വേണ്ടി കൊയറുകാർ, ജനങ്ങൾ കാത്തിരുന്നു. കാരണം ദേവാലയങ്ങളിൽ ആലപിക്കുന്ന ഗാനങ്ങളായിരുന്നു മിക്കവാറും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചു. ജേക്കബും ഹെക്ടറും പ്രിൻസും ഒക്കെ ആ രീതിയിൽ ചിട്ടപ്പെടുത്തി.
അങ്ങനെ പാട്ടുകളുണ്ടായി. ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞ ചില അനുഭവങ്ങൾ, അവരെ തൊട്ടത്, അവരുടെ ഒരു മാനസാന്തര കഥ, ഇതൊക്കെ അച്ഛൻ്റെ മനസ്സിലുണ്ടാവും. അത് ഏത് ഗാനത്തെക്കുറിച്ചാണ്? HIV AIDS ബാധിതരായി ബാംഗ്ലൂർ ഒരു സെന്ററിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുന്നു. അതിനുശേഷം എഴുതിയ പാട്ടാണ് സുഖമേറെ ഉണ്ടായ കാലങ്ങളിൽ ഞാൻ ദൈവത്തിൻ നാമം മറന്നു. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്, ഒരു ചാൻസ് കൂടി എനിക്ക് തരികയാണെങ്കിൽ അച്ഛാ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാം. പക്ഷേ എനിക്കിനി ചാൻസ് ഇല്ല, എൻ്റെ വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. IT എഞ്ചിനീയർ ആയിരുന്ന അവൻ ഒരു നിമിഷത്തിൻ്റെ ഒരു ബലഹീനതയിൽ പറ്റിപ്പോയ ഒരു അബദ്ധത്തിൽ നിന്ന് ഇന്നവൻ HIV ബാധിതനാണ്. ആ പയ്യൻ എന്നോട് പറയുകയാണ്, മലയാളി, ഒരു ചാൻസ് കൂടി ദൈവം എനിക്ക് തന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ എനിക്കിനി ചാൻസ് ഇല്ല, എൻ്റെ വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ നിന്നാണ് സുഖമേറെ ഉണ്ടായ കാലങ്ങളിൽ ഞാൻ ദൈവത്തിൻ നാമം മറന്നു. സുഖമേറെ ആസ്വദിച്ചിടാനായി ഞാൻ സുഖം തേടി യാത്ര ചെയ്തു. ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ ഗാനങ്ങൾ വിരളമാണ് കമ്പയർ ചെയ്യുമ്പോൾ. ദൈവസ്നേഹത്തെക്കുറിച്ചും അതുപോലെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചും എല്ലാം ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ തുലവും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചുരുക്കമാണ്. പക്ഷേ അതിൽ തന്നെ മനോഹരമായൊരു ഗാനമുണ്ട്, മാതാവിൻ്റെ അച്ഛൻ എഴുതിയ ഒരു ഗാനം. നമുക്ക് ഏതായിരുന്നു ആ ഗാനം? ജപമാല നെഞ്ചോട് ചേർത്ത് മെല്ലെ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ട് ഞാൻ മരിയാമ്പികെ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ഇറക്കി വയ്ക്കും. നമുക്ക് ഈ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ, ഇത് എഴുതാനുണ്ടായ സാഹചര്യം എല്ലാം നമുക്ക് ഈ ഗാനം കേട്ട ശേഷം നമുക്ക് സംസാരിക്കണം. വെച്ചാൽ നമുക്ക് ആ ഗാനത്തിലേക്ക് ഒന്ന് പോയാലോ? അച്ഛൻ എഴുതിയ മറ്റൊരു മനോഹര ഗാനം പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച്, അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടതിനെക്കുറിച്ച്, അങ്ങനെ ഈശോയിൽ എത്തേണ്ടതിനെക്കുറിച്ച് മനോഹരമായി എഴുതിയിരിക്കുന്നു. സംഗീതവും മനോഹരം തന്നെ. ആ ഗാനം ഒന്ന് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ജപമാല നെഞ്ചോടു ചേർത്തു മെല്ലെ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്ക്കൂ. ജപമാല നെഞ്ചോടു ചേർത്തു മെല്ലെ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ
ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലെ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലെൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പൂ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. മനോഹരമാണ് ആ ഗാനം. ആ ഗാനം ഉണ്ടായ ഒരു സാഹചര്യം, അതിന്റെ രചന, ആ നിമിഷങ്ങളെക്കുറിച്ച്. അതിൻ്റെ അനുപലവിയിലുണ്ടത്. മകനെ ഭൂമിക്ക് ബലിദാനമായി മനസ്സോടെ നൽകിയൊരമ്മയല്ലേ, മണ്ണിന് പുണ്യമായി തീരും മക്കൾ മണ്ണിൽ ജനിക്കാൻ പ്രാർത്ഥിക്കണേ. ഈ ഭൂമിയിൽ ജനിക്കേണ്ട മക്കളൊക്കെ മണ്ണിന് പുണ്യമായി തീരണം. ഒരു ദുഷ്ടനെ ഈ ഭൂമിക്ക് ജനിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഒരപ്പനോ അമ്മയോ ഒരു ദുഷ്ടനെ കൂടി ജനിപ്പിച്ചിട്ട് എന്തുപകാരം? ഒരു കാര്യമില്ല. ഒരു വാഴ നടാൻ നമ്മൾ എടുക്കുന്ന ഒരുക്കം, ഒരു വാഴയുടെ ആയുസ് വെറും ഒരു വർഷമാണ് അല്ലേ? ഒരു വർഷമാണ്. ഒരു വർഷം മാത്രം ഭൂമിയിൽ നിൽക്കുന്ന ഒരു വാഴ നടുവാൻ എടുക്കുന്ന ഒരു ഒരുക്കം, ഒരു കർഷകൻ എടുക്കുന്ന ഒരു ഒരുക്കമുണ്ട്. അതിൻ്റെ 80 ഇരട്ടി ഒരുക്കം വേണം ഒരു മനുഷ്യന് ജന്മം നൽകുമ്പോൾ. കാരണം 80 ആണ്ട് അല്ലെങ്കിൽ 70 ആണ്ടാണ് ഒരാൾ ഭൂമിയിൽ ജനിക്കുന്നത്. എന്തൊരുക്കമാണ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ ഒരപ്പനും അമ്മയും നടത്തുന്നു. കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുന്നതാണോ അത്? അങ്ങനെയാണോ മക്കൾ ഭൂമിയിൽ ജനിക്കേണ്ടത്? അങ്ങനെയല്ല. മണ്ണിന് പുണ്യമായി തീരുന്ന മക്കൾ ജനിക്കണമെങ്കിൽ ഈശോ പറഞ്ഞ വചനം ഓർക്കണം. നല്ല വൃക്ഷത്തിൽ നിന്നേ നല്ല ഫലമുണ്ടാവും. ഫലമുണ്ടാകൂ എന്നല്ല, നല്ല വൃക്ഷത്തിൽ നിന്നേ നല്ല ഫലമുണ്ടാവും. മണ്ടരി പിടിച്ച തെങ്ങിലും തേങ്ങയുണ്ടാവും, പക്ഷെ പൊട്ടത്തേങ്ങയാവും. നല്ല തേങ്ങയുണ്ടാവാൻ നല്ല വൃക്ഷം വേണം. മാതാപിതാക്കൾ നല്ല വൃക്ഷങ്ങളാണെങ്കിലേ നല്ല ഫലങ്ങളുണ്ടാവും, നല്ല മക്കളുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ മണ്ണിന് പുണ്യമായി തീരുന്ന മക്കൾ ഈ ഭൂമിയിൽ ജനിക്കാൻ മകനെ ബലിദാനമായി നൽകിയ അമ്മ പ്രാർത്ഥിക്കണം. അച്ഛൻ ഒരുപാട് ഗാനങ്ങൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ ചിലപ്പോൾ ഒന്ന് പേഴ്സണലായിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ വീട്ടിലായിരിക്കുമ്പോഴോ പെട്ടെന്ന് അച്ഛൻ തന്നെ മൂളിപ്പോകുന്ന ചില ആദ്യ വരികൾ ഫുൾ പാടാൻ പറ്റുന്ന രീതിയല്ല ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഓടി വരുന്ന, അച്ഛന് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന, ഇപ്പം ഞാൻ കോമൺ സ്റ്റേറ്റ്മെന്റിലേക്ക് അച്ഛൻ വരരുത്, എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ അല്ലേ എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് അച്ഛൻ വരരുത്. അല്ലാതെ തന്നെ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ വരുന്ന ചില ഗാനങ്ങൾ എടുത്താൽ അതിൽ ഏതെങ്കിലും ചില വരികളൊന്ന് പറഞ്ഞാൽ ഏതായിരിക്കും അച്ഛൻ? ദിവ്യകാരുണ്യത്തിന്റെ പാട്ടുകളെല്ലാം, മിക്കവാറും ദിവ്യകാരുണ്യത്തിന്റെ പാട്ടുകളെല്ലാം വരുന്നതാണ്. അതെ, അങ്ങനെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ നാഥ നിന്നെ കണികണ്ഠൻ ദിനം എന്നും പുലർന്നിടട്ടെ, നാഥ നിന്നെ കണികണ്ഠൻ ദിനം എന്നും പുലർന്നിടട്ടെ. ഒരു കണി കണ്ട് പുലരുക എന്നുള്ളൊരു ഹൈന്ദവ ദർശനമുണ്ടല്ലോ. അപ്പൊ നാഥ നിന്നെ കണികണ്ഠൻ ദിനം എന്നും പുലർന്നിടട്ടെ എന്ന് പറഞ്ഞിട്ട് പാട്ട്, ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അതായത് അത് മുഴുവൻ ഈ ഭാരതീയ ചിന്തയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കണി കണ്ട് ഓരോ ദിവസം തുടങ്ങുക, ഓരോ അടിയും വെക്കുക, രാവിലെ ഇങ്ങനെ തുടങ്ങി വൈകുന്നേരം സായാഹ്നത്തിൽ നിന്റെ അടുത്ത് വന്ന് കണക്കുകളൊക്കെ പറഞ്ഞ് ഒരു ദിവസത്തെ നമ്മുടെ ജീവിതം മൊത്തമാണ്. അങ്ങനെ ചില ഗാനങ്ങളൊക്കെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഈ വൈദിക ജീവിതം, സംഗീത ജീവിതം, ഗാനാഞ്ജലിയുടെ ഈ സീറ്റ് വരെയുള്ള ജീവിതം ഇത്രത്തോളം എത്തി നിൽക്കുന്നു. അച്ഛൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് ആവശ്യം ഇല്ലാത്ത കാര്യമായാണ് ഞാൻ ഇടപെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ഇന്നു വരെ അങ്ങ് പൂർണ്ണ സംതൃപ്തനാണോ? ജീവിതത്തിൽ സന്തോഷവാനാണ്. കാരണം നമുക്ക് ദൈവം തന്നല്ലാണ്ട് ഒന്നുമില്ല. ഞാൻ ആലോചിക്കാറുണ്ടിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ എവിടെ എത്തുമായിരുന്നു, ആരാകുമായിരുന്നു. അപ്പൊ അതിന് കിട്ടുന്ന ആൻസർ എന്താ? എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം,
എന്നേക്കാൾ എത്രയോ പ്രായമായവർ, എത്രയോ ഉന്നത സ്ഥാനീയർ, എത്രയോ പ്രഗത്ഭർ ഞാൻ ചെല്ലുമ്പോൾ എഴുന്നേൽക്കുന്നു, ആദരിക്കുന്നു. അവരുടെ വീട്ടിൽ മുഖ്യ സ്ഥാനം എനിക്ക് തരുന്നു. അവരുടെ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൽ നിന്നൊരു പങ്ക് എനിക്ക് എത്തിച്ചു തരുന്നു. എവിടെ പോകാനും അച്ഛന് വണ്ടി വേണോ, ഇന്ന് യാത്രയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. ഒരു ചുമ ചുമച്ചാൽ ഉടനെ മരുന്ന് കൊണ്ടു തരുന്നു. ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം, അത് ഈ ഉടുപ്പ് എനിക്ക് നൽകിയ പുണ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ ജീവിക്കേണ്ട ഒരാളല്ലേ? അവിടെ നിന്ന് ഒരുപാട് ദൈവം എന്നെ കൊണ്ടുപോയില്ലേ? അത്ഭുതമാണ്. ഓർത്താൽ കണ്ണു നിറയുക എന്നല്ലാതെ എന്തു പറയാൻ. പക്ഷെ ചില നേരങ്ങളിൽ മനുഷ്യരല്ലേ നമ്മൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, ചില നോവുകളിൽ, ചില രോഗങ്ങളിൽ നമുക്ക് സങ്കടം തോന്നും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരിക്കലൊരു പള്ളിയിലായിരിക്കുമ്പോൾ എൻ്റെ വികാരിച്ചൻ ഹോസ്പിറ്റലിലാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ അച്ഛനെ കാണാൻ ചെല്ലും. അച്ഛനെ കണ്ട് വലിയ പള്ളിയാണ്, ഒരുപാട് ഓട്ടമുണ്ട്, ജോലിയുണ്ട്, എല്ലാം കഴിഞ്ഞാൽ അച്ഛനെ ചെന്ന് കാണും. അച്ഛനെ കണ്ട് തിരിച്ചു വരുമ്പോൾ രാത്രി ഒത്തിരി വൈകും, 10 മണിയൊക്കെ ആവും തിരിച്ചു വരും. ഒരു ദിവസം അങ്ങനെ പോകാനിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും ദേവസ്ചേട്ടൻ പറഞ്ഞു, അച്ഛാ വികാരിച്ചില്ലല്ലോ, കൊച്ചച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, ഭക്ഷണം മടത്തി പറഞ്ഞേക്കാം, കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞാൻ സമ്മതിച്ചു. ചേട്ടൻ പോയി. ഞാൻ 10 മണിയായപ്പോൾ വന്നു. വിശന്ന് പുരിഞ്ഞാണ് നമ്മൾ വരുന്നത്. 10 മണിക്ക് വന്ന് ഭക്ഷണം നോക്കും, ഭക്ഷണമില്ല, ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. വീട്ടുമുറിയൊക്കെ തുറന്ന് നോക്കി, അവിടെയൊക്കെ പരതി ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മുറിയുടെ, ഞാൻ താമസിക്കുന്ന മുറിയുടെ അടുത്തുണ്ടാവും, അവിടെയൊക്കെ പോയി നോക്കി, അവിടെയും ഒന്നുമില്ല, ഒരു സാധനമില്ല. നല്ല വിശപ്പുമുണ്ട്, ഒന്നും കഴിക്കാനുമില്ല. ഞാൻ ദൈവമേന്ന് വിളിച്ച് മുറി അടച്ച് അകത്ത് കയറി പോയി കട്ടിൽ പോയിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് ടാപ്പ് തുറന്ന് കുറേ പച്ചവെള്ളം 2 കൈയും ഇങ്ങനെ പിടിച്ച് പച്ചവെള്ളം കുറേ കുടിക്കുകയാണ്. കിടന്നുറങ്ങണ്ടേ? സത്യത്തിൽ കണ്ണ് നിറഞ്ഞൊരു ദിവസമാണ്. ഞാൻ ആലോചിച്ചു, വീട്ടിലായിരുന്നെങ്കിൽ എനിക്കില്ലേ അമ്മ, എനിക്കില്ലേ സഹോദരി, വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്നെ കാത്തിരിക്കാനുമില്ലേ ആരെങ്കിലും? തീർച്ചയായിട്ടും ഒരു കൈക്കുമ്പിൾ കഞ്ഞിയുമായി ആരെങ്കിലും നമുക്ക് കാത്തിരിപ്പിനുണ്ടാവും. വീട്ടിലാണെങ്കിലും ഉണ്ടാവില്ലേ? പക്ഷേ ഇവിടെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് എല്ലാവരും സുഖമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങവേ ഞാൻ പട്ടിണിയാണ്. ഞാൻ വിശന്ന് പൊരിഞ്ഞു കിടക്കുകയാണ്, പച്ചവെള്ളം കുടിച്ച്. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞങ്ങനെ ഇരിക്കും. അങ്ങനെ ചില ചിന്തകളും അങ്ങനെ ചില പ്രത്യേക ഇൻസിഡൻസും നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്നത് വേണ്ടിയിരുന്നില്ല എന്നൊരു അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അച്ഛൻ വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഇരിക്കവേ കോളിംഗ് ബെൽ അടിക്കുന്നു. മുറിയുടെ കോളിംഗ് ബെൽ അടിക്കുക. ഞാൻ അനങ്ങിയില്ല, വീണ്ടും അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ 10:30 മണിക്ക് രാത്രി ആരെങ്കിലും മരിക്കണതിൻ്റെ ഒന്നിലേ ഒപ്രസിമ അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയാനായിരിക്കും. ഇനി എന്താണാവോ എന്ന് വിചാരിച്ച് ചെന്ന് മുറി തുറക്കുമ്പോൾ 2 കുട്ടികൾ നിൽക്കുന്നു, ഒരു പൊതിയുമായിട്ട്. ഈ 10:30 മണിക്ക് രാത്രി എൻ്റെ മുറിയുടെ മുന്നിൽ 2 കുട്ടികൾ ഒരു പൊതിയുമായിട്ട് നിൽക്കാം. ഞാൻ ചോദിച്ചാൽ എന്താ ഇത് അച്ഛന് തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? പപ്പയും മമ്മിയും പറഞ്ഞു. ഇതെന്താ ഇപ്പം തരാൻ? ഇപ്പം തന്നെ അച്ഛനും കൊണ്ടും തന്നെന്ന് പറഞ്ഞു. എന്താ ഇത് പഴമാണ്, ഇത് പഴമാണ്, വീട്ടിലുണ്ടായതാ, അച്ഛൻ ഇപ്പം തന്നെ കൊണ്ട് തന്നെന്ന് പറഞ്ഞു വിട്ടതാണ്. ആരാ കൊടുത്തു വിട്ടെ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ആരും പറഞ്ഞ് ഏൽപ്പിച്ചതല്ല. പക്ഷേ ആരോ നമുക്കായി കരുതാനുണ്ട്. അവനെങ്കിലും കരുതിയില്ലെങ്കിൽ പിന്നെ ആര് കരുതും? പ്രവാചകൻ വിശന്ന് മരുഭൂമിയിലിരുന്നപ്പോൾ കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തു വിട്ട ഒരു ദൈവമുണ്ട് നമുക്ക്. സത്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. അച്ഛൻ്റെ മറ്റൊരു മനോഹരമായ ഒരു ഗാനവും കൂടി ഉണ്ട്, നമുക്ക് അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏത് ഗാനമാണ് നമുക്ക് അച്ഛൻ്റെ? എല്ലാവർക്കും ആശ്വാസം ഏകുവാൻ കഴിയുന്ന ഈശോ വരുന്നു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വിശ്വാസമോടെ നീ ഈ ദിവ്യ കൂദാശ സ്വീകരിക്കണം. ഇത് ഈശോയാണെന്ന് നീ വിശ്വസിക്കണം ആദ്യം. മനോഹരമാണ് ആ ഗാനം. എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഈശോ വരുന്നു, ദൈവം വരുന്നു. ഒന്നേ ചെയ്യേണ്ടൂ, വിശ്വസിക്കണം ആദ്യം ദൈവമാണെന്ന്. ഈ വിശുദ്ധ കുർബാനയിൽ ദൈവമുണ്ടെന്ന്, ഈ അപ്പത്തിൽ ദൈവമുണ്ടെന്ന്. ആ വിശ്വാസം നമ്മെ വലിയ ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ഈ ഗാനം കേൾക്കുമ്പോഴും ഈ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. ഒന്ന് കേട്ടുവരാം.
എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ. ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ. വിശ്വാസമോടെ നീ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. വിശ്വാസമോടെ നീ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിടുമേ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ.
അച്ഛനിപ്പോൾ ആയിരിക്കുന്നത് ആയത്തുപടി ഇടവക വികാരിയായിട്ടാണ്, കാലടിയപ്പുറം. അതെ. അച്ഛൻ്റെ അപ്പച്ചൻ്റെ മരണം അതൊക്കെ പറഞ്ഞു. അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അമ്മച്ചിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ കാണാൻ പോകും, ഇടയ്ക്ക് ഫോൺ ചെയ്യും. അമ്മച്ചിക്ക് അല്പം ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അമ്മച്ചിയെ കാണാൻ പോവും, സ്നേഹത്തോടെ അമ്മച്ചിയുടെ അടുത്തിരിക്കും. ഞാൻ ചെല്ലുമ്പോഴൊക്കെ സെമിനാരിയിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ അമ്മച്ചി ഒരു തക്കാളിക്കറി ഉണ്ടാക്കുമായിരുന്നു, എൻ്റെ സ്പെഷ്യൽ. ഇപ്പം അമ്മച്ചി അടുക്കളയിൽ നിന്നും കയറി ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ കിടപ്പൊന്നും അല്ല, അമ്മച്ചി നടക്കും. എന്നാലും ചേച്ചി ഇപ്പോൾ അത് പഠിച്ചിട്ട്. എത്ര പേരാണ് ശരിക്കും? എനിക്ക് ഒരു ചേച്ചി, 2 ജ്യേഷ്ഠന്മാർ. ഞങ്ങൾ 4 മക്കൾ. എന്തായാലും ഗാനാഞ്ജലി ഈ നിമിഷങ്ങൾ നിർത്തുമ്പോൾ വലിയ സന്തോഷമുണ്ട് അച്ഛൻ. പ്രത്യേകിച്ച് അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് തന്നെ എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേരെൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ചീഫ് ക്യാമറമാൻ ഉണ്ടായിരുന്നു, വൺ മിസ്റ്റർ ഡെന്നി. ആദ്യം ഞാൻ ഈ ബിഹൈൻഡ് ദി ക്യാമറ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ചൊരു അജ്ഞതയുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുമായിരുന്നു, പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പക്ഷേ ബിഹൈൻഡ് ദി ക്യാമറ ഉള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ കുറേ അജ്ഞതകളുണ്ടായിരുന്നു. എന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ആ നിമിഷങ്ങളിൽ ഡെന്നിയാണ്. ഡെന്നി ഗാനാഞ്ജലിയുടെ ഒരു ഷൂട്ടിൻ്റെ ദിവസം തന്നെയാണ് പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് അകാലത്തിൽ നമ്മളെ വിട്ടുപോയത്. ഒരു പക്ഷെ നമ്മുടെ ഈ സംവാദം പോലും സ്വർഗത്തിലിരുന്ന് ഡെന്നി കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു ഷോക്കായിരുന്നത് എൻ്റെ ചിന്ത. അതുപോലെ എഡിറ്റേഴ്സായിട്ടുള്ളവർ, ക്യാമറാമാന്മാർ, ഒരുപാട് പേര് ഗാനാഞ്ജലിയുടെ ഈ യാത്രയിൽ അവരുടെ കരുതലും പ്രാർത്ഥനയും സഹായവും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഴുവൻ ക്രൂ. അച്ഛന് ഒരു എക്സ്പീരിയൻസും പ്രേക്ഷകരോട് പറയാനുള്ള ഒരു ചിന്ത കൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് പറയണം. ഞാൻ നന്ദിയോടെ നമ്മുടെ ഓർക്കസ്ട്രക്കാരെ അവരൊരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഈ സ്റ്റേജിലൂടെ വന്നുപോയ എല്ലാ വിശിഷ്ട അതിഥികൾ, ഓർക്കസ്ട്രക്കാർ, ഈ ഗുഡ്നസ് ടിവിയുടെ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എല്ലാവരെയും വളരെ ആദരവോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഏതാണ്ട് 2.5 വർഷത്തോളം ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. ഞാനും പഠിക്കുകയായിരുന്നു. ഇതും എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഒരു കളരിയിൽ നിന്നാണല്ലോ നമ്മൾ അഭ്യാസങ്ങളെല്ലാം പഠിക്കുന്നത്. ഇത് സംഗീത ലോകത്തെ മറ്റൊരു കളരി. കുറേയേറെ കാര്യങ്ങൾ പഠിച്ചു, കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. രാജേഷ് അതിനൊരു നിമിത്തമായി. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നിമിത്തങ്ങളാണ് പലതിനും. ഈ എപ്പിസോഡ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നില്ല. സാധാരണ നിങ്ങൾക്കറിയാം, ഞാൻ ഓരോ എപ്പിസോഡും വൈൻഡ് ചെയ്യുമ്പോൾ എൻ്റേതായ ഒരു ശൈലിയിൽ ഞാൻ അത് വൈൻഡപ്പ് ചെയ്ത് നിർത്താറുണ്ട്. പക്ഷേ ഗാനാഞ്ജലി ഇന്ന് അങ്ങനെ പൂർണ്ണമാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ്റെ ഒരു സിഗ്നേച്ചറുണ്ട്, ഒരു സ്നേഹവന്ദനം. ആ സ്നേഹവന്ദനത്തിൽ തന്നെ ഗാനാഞ്ജലി പൂർണ്ണമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛാ പ്ലീസ് പ്രേക്ഷകരോട്. ഗാനാഞ്ജലിയുടെ നാളിതുവരെയുള്ള യാത്രയിൽ കൂടെ നിന്ന്, ഒപ്പം നിന്ന്, ഓരത്ത് നിന്ന്, ചാരത്ത് നിന്ന് നിങ്ങൾക്കേവർക്കും ഇനി ഗാനാഞ്ജലി എന്ന പേരിൽ നിങ്ങൾക്കൊരു സ്നേഹവന്ദനം പറയാൻ ഞങ്ങൾ വരില്ല എന്ന ഓർമ്മയോടെ, അറിയിപ്പോടെ അവസാനമായി ഒരു സ്നേഹാർദ്രവന്ദനം. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലെ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലെൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്ക്കൂ. ജപമാല